പരമ്പരയെ സ്മരിച്ചുകൊണ്ട് മാണ്ഡവ്യോപനിഷത്ത് ഓം ഇത്യദക്ഷിണമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോംകാര ഏവ. സർവം ശേദബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദ. സ്വപ്നസ്ഥാനോ അംബപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവീതഭുക് തേജസ് ദ്വിതീയപാദ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാനം ഏകീഭൂതപ്രജ്ഞാനഘനേ ആനന്ദമയോഹ്യ ആനന്ദഭുക് ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. യേഷ സർവേശ്വര യേഷ സർവജ്ഞ യേഷ അന്തര്യാമി യേഷ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണമാചിന്യം വിപദേശിമേകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മല്യന്തേ സാത്മാ സവിജ്ഞേയഃ. ആത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദാമാത്രാമാത്രാശ്ച പാദാ അകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേരധിമത്താത്വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദ്വാ
ഉത്കർഷണഃ വൈ ന്യൂനസംഗതി സമാനശ്ച ഭവതി ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാനപ്രാജ്ഞമകാരസ്തൃതീയമാത്രാമ്യതേരഭീതിർവാമിനോ സർവം ഭീതിശ്ച ഭവതി ഏവം വേദ. ചതുർത്ഥയോ ഹരിഹ്രമഞ്ജോപശമശ്യോദ്ഭീതയം ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. ദശാന്തി പ്രകടനത്തിൽ 61ാമത്തെ കാരിക. യഥാ സ്വപ്നേ ദ്വയാഭാസം ചിത്തം ചലതി മായയാ തഥാ ജാഗ്രദ്വയാഭാസം ചിത്തം ചലതി മായയാ. യത്പുനർ വാഗ്ഗോചരത്വം പരമാർത്ഥതോ അദ്വൈതസ്യ വിജ്ഞാനമാത്രസ്യ തത് മനസ്സഃ സ്പന്ദനമാത്രം ന പരമാർത്ഥതയിൽ. കഴിഞ്ഞ കാരികയിൽ പറഞ്ഞു എത്ര വർണ്ണാന വർത്തന്തേ. ശബ്ദത്തിന് ഇതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. വിവേകസ്തത്രണോച്ചിതേ. അതുകൊണ്ട് തന്നെ മനസ്സിനും പ്രവർത്തിക്കാൻ കഴിയില്ല. പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഉപദേശങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം അതിൻ്റെയൊക്കെ സ്ഥാനം എന്താണ്? അതെന്തിനു വേണ്ടിയാണ്? ഇവിടെ ആചാര്യൻ ഉപദേശിക്കുന്നു, മറ്റൊരാളതിനെ വ്യാഖ്യാനിക്കുന്നു. ഇതെല്ലാം ഏത് തരത്തിലാണ് പ്രയോജനപ്പെടുന്നത്? ഇതിനെങ്ങനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പുനർവാഗ്ഗോചരത്വം. എവിടെയാണ് ഈ വാക്കിന്റെ പ്രവൃത്തി സംഭവിക്കുന്നത്? വാക്ക് പൂർണ്ണമായും നിഷ്പ്രയോജനമാണ്. വാക്കിനിത് വിഷയമല്ലെങ്കിൽ വാക്ക് പൂർണ്ണമായും നിഷ്പ്രയോജനമാവും. നിഷ്പ്രയോജനമാണെങ്കിൽ ഇതിനെക്കുറിച്ച് വാക്കിലൂടെ ബോധിക്കുന്നതും ബോധിപ്പിക്കുന്നതുമെല്ലാം പ്രയോജനമില്ലാത്തതായി മാറും. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒന്നിലൂടെ, ഒരു ഉപായത്തിലൂടെ ഇത് പ്രാപിക്കാൻ സാധ്യമല്ലെങ്കിൽ ഈ ഉപായങ്ങളെല്ലാം എന്തിനു വേണ്ടി? അതെന്താണ്? പരമാർത്ഥതോ അദ്വൈതസ്യ വിജ്ഞാനമാത്രസ്യ തന്മനസഃ സ്പന്ദനമാത്രം. ഇവിടെ ദ്വൈതമായി അനുഭവപ്പെടുന്നത് ആ പരമാർത്ഥമായിരിക്കുന്ന, അദ്വൈതമായിരിക്കുന്ന വിജ്ഞാനസ്വരൂപമായ മനസ്സിന്റെ സ്പന്ദനമാണ്. എന്നുമ്പം
വിശദമാക്കിയിട്ടുണ്ട്. വാക്ക് കൊണ്ട് ഇതിനെ വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ വേറെ തരത്തിൽ പറഞ്ഞാൽ എന്താണ്, വാക്കും അത് തന്നെ. അതുകൊണ്ടാണ് വാക്കിനെ അതിനെ വെളിപ്പെടുത്താൻ കഴിയാത്തത്. അപ്പോൾ വാക്ക് വെളിപ്പെടുത്തുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ആത്മാശ്രയ ദോഷം വരും. മനസ്സിനും അതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയും. മനസ്സുകൊണ്ട് ചിന്തിച്ച് മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്ന പോലെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? മനസ്സും അത് തന്നെയാണ്. ഏത് വിജ്ഞാനം മാത്രം വിജ്ഞാന സ്വരൂപമാണ്. വാക്കും അർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നു, മനസ്സും വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. വാക്കും മനസ്സും മാത്രമല്ല, എല്ലാ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധത്തെ കൊടുക്കുന്നു. വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധത്തെ ആർക്കുണ്ടാക്കുന്നു? ആ ജീവൻ. ജീവൻ എന്ന് പറയുന്നത് ചൈതന്യമാണ്, ബോധമാണ്. ഇന്ദ്രിയങ്ങൾ പ്രകാശിപ്പിക്കുന്നതോ? ഇന്ദ്രിയങ്ങൾ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വിഷയത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. വിഷയത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാകുമ്പോൾ ആ ബോധത്തിൽ വിഷയങ്ങൾ പ്രകാശിക്കുന്നു എന്ന് പറയും. അങ്ങനെ പ്രകാശിക്കുന്ന ആ ബോധവും വിഷയവും അതിവിടെ അദ്വൈതമാണ്, വിജ്ഞാനസ്വരൂപമാണ്. അപ്പോൾ വിജ്ഞാനസ്വരൂപമായിരിക്കുന്ന അദ്വൈതമായിരിക്കുന്ന ആ മനസ്സിന്റെ ഒരു ഭാവമാണ് ബോധമായിരിക്കുക, മറ്റൊരു ഭാവമാണ് വിഷയമായിട്ടിരിക്കുക. അതുകൊണ്ടാണ് അതിന് സ്പന്ദനം എന്ന് പറയുന്നത്. സ്പന്ദിക്കുന്നു. വാസ്തവത്തിൽ അത് ഏകരൂപമാണ്, പക്ഷേ രണ്ടായി അനുഭവപ്പെടുന്നു. ഒന്ന് ബോധമായും ഒന്ന് ബോധത്തിന്റെ വിഷയമായും. ബോധത്തിന്റെ വിഷയമായിരിക്കുന്നതും ബോധത്തിൽ നിന്ന് വേറെയല്ല. എന്നാലങ്ങനെ രണ്ടായി അനുഭവപ്പെടുന്നതുകൊണ്ട് അവിടെ എന്തോന്ന് സംഭവിക്കുന്നു, അതിന് സ്പന്ദനമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ അറിവുകളും ആ സ്പന്ദനം മാത്രമാണ്. ഇവിടെ സ്പന്ദിക്കുന്ന എന്താണ്? ബോധം തന്നെ. അതിനാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിജ്ഞാനം മാത്രം, വിജ്ഞാനത്തിൽ നിന്ന് അന്യമായിട്ട് ശബ്ദമോ മറ്റു വിഷയങ്ങളോ ഒന്നുമില്ല, ഇന്ദ്രിയങ്ങളോ മനസ്സോ ഇല്ല. വിജ്ഞാനത്തിൽ നിന്ന് അന്യമായിട്ട് അതിനൊന്നിന് പ്രകാശിപ്പിക്കാനുമില്ല. അതാണ് പരമാർത്ഥം. അങ്ങനെയാണെങ്കിൽ വാക്കിനെങ്ങനെയാണ് പ്രകാശിപ്പിക്കാൻ പറ്റും? വാക്കും അത് തന്നെ. മനസ്സിനെങ്ങനെ പ്രകാശിപ്പിക്കാൻ കഴിയും? മനസ്സും അത് തന്നെ. അതുകൊണ്ടാണ് ഇത് അഗോചരം എന്ന് പറയുന്നത്. ഇനി ഇത് ഗോചരമെന്നും പറയാം, ദോഷമൊന്നും. ഈ തത്വം വാഗ്ഗോചരമാണ് എന്നും പറയാം. കാരണം ഈ ബോധത്തിലൂടെ പ്രകാശിക്കുന്നതെല്ലാം എന്താണ്? അതിന്റെ സ്പന്ദനമാണ്. അതിന് നന്യമായിട്ടൊന്നുമില്ല, എല്ലാം അതിന്റെ തന്നെ സ്പന്ദനമാണെങ്കിൽ സർവത്തിലൂടെയും സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തുര്യൻ തന്നെ ജാഗ്രത സ്വപ്നങ്ങളിൽ അതുതന്നെയാണ് നാനാരൂപത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലൂടെയും മറ്റിന്ദ്രിയങ്ങളിലൂടെയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുര്യൻ തന്നെയാണ്.
അങ്ങനെ നാനാരൂപത്തിൽ പ്രകാശിക്കുമ്പോൾ അതിനെ മനസ്സ്പന്ദനം എന്ന് പറയുന്നു. നാനാരൂപത്തിൽ പ്രകാശിക്കാതിരിക്കുമ്പോൾ അതിനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ തുര്യൻ എന്ന് പറയുന്നു. അതുകൊണ്ടിവിടെ വാഗ്ഗോചരത്വം, അതും പരമാർത്ഥമായിരിക്കുന്ന അദ്വൈതമായിരിക്കുന്ന വിജ്ഞാനത്തിന് പറയാം. അഗോചരത്വവും പറയാം. 60ാമത്തെ കാര്യം മുഖ്യമായി പറഞ്ഞാൽ അതിന്റെ അഗോചരത്വത്തെക്കുറിച്ചാണ്. വിജ്ഞാനത്തിൽ നിന്നും വ്യതിരിക്തമായി എന്തെങ്കിലും വിജ്ഞാനം ഗ്രഹിക്കുന്നു എന്ന് വന്നാൽ അത് അഗോചരമായി. വിജ്ഞാനം തന്നെയാണ് സ്പന്ദിക്കുന്നത് സർവമായി എന്ന് പറഞ്ഞാൽ അത് ഗോചരമായി. എന്നുവെച്ചാൽ വിജ്ഞാനത്തിന് വിഷയമാകുമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിജ്ഞാനത്തിൽ പ്രകാശിക്കുന്നു. വിജ്ഞാനത്തിൽ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാന രൂപത്തിൽ പ്രകാശിക്കുന്നു. അറിവിൽ പ്രകാശിക്കുന്ന സർവവസ്തുക്കളും എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? നമ്മൾ സാധാരണ പറയും നാമരൂപങ്ങളായി അനുഭവപ്പെടുന്നു. ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളായി അനുഭവപ്പെടുന്നു. അത് നമ്മൾ 2 ദിവസം മുമ്പ് ചർച്ച ചെയ്തതാണ്. ശബ്ദസ്പർശരൂപങ്ങളായി അനുഭവപ്പെടുന്നത് അതിനെ അറിവിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല, രണ്ടാക്കി മാറ്റിവെക്കാൻ കഴിയുന്നില്ല. ഇത് അറിവാണ്, ഇത് നാമമാണ്, രൂപമാണ്. അറിവ് തന്നെയാണ് നാമമായും രൂപമായും അനുഭവപ്പെടുന്നത്. അറിവിൽ നിന്ന് വ്യതിരിക്തമായി നാമരൂപങ്ങൾ അനുഭവപ്പെടുന്നില്ല, അറിവായിട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് അറിവിൽ സ്ഫുരിക്കുന്നു എന്ന് പറയുന്നത്, അറിവിൽ പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്. ഏതുപോലെ അഗ്നിയുടെ വടിവ്, അതിന്റെ ആകാരം, അഗ്നി പല ആകാരത്തിൽ പ്രകാശിക്കും. അഗ്നിയുടെ അതിന്റെ നിറം, അഗ്നിയുടെ ഉഷ്ണം, ഇതെല്ലാം നമ്മൾ അഗ്നി കാണുന്നുണ്ട്. നമ്മൾ പറയുന്നു അഗ്നി ഇപ്പം മഞ്ഞ നിറത്തിൽ ജ്വലിക്കുന്നു, അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ ജ്വലിക്കുന്നു. അഗ്നി പിന്നെ ആകൃതിയിലാണ് എന്ന് പറയുന്നു. അഗ്നിയിൽ ചൂട് ഇത്രയുണ്ട്, കൂടുതലാണ്, കുറവാണെന്ന് പറയും. ഒരു അഗ്നിയിൽ തന്നെ നമ്മൾ പലതും കാണുന്നുണ്ട്. അതുപോലെ ഒരു മനസ്സ്പന്ദനത്തിൽ തന്നെ പലതും കാണുന്നുണ്ട്. ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അഗ്നിയിൽ കാണുന്ന ഒന്നിനെയും നമുക്ക് അഗ്നിയിൽ നിന്നും മാറ്റാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒന്നിനെ മാറ്റിയിട്ട് അഗ്നി അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഗുണത്തെ അഗ്നിയുടെ വിട്ടിട്ടൊരു അഗ്നി അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതെല്ലാം അഗ്നി മാത്രമാണ്. അതുപോലെയാണ് ഇവിടെ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ വിജ്ഞാനത്തിൽ അനുഭവപ്പെടുന്നത്. അതിനെ നമുക്ക് വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒക്കത്തില്ല. ശബ്ദവിജ്ഞാനത്തിൽ നിന്ന് ശബ്ദത്തെ വേർതിരിക്കുക അത് സാധ്യമല്ല. കാരണം വേർതിരിച്ചാൽ അത് ഇവിടെ നിൽക്കും, വിജ്ഞാനത്തിൽ തന്നെ നിൽക്കും. വിജ്ഞാനത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയത്തില്ല. ശബ്ദത്തെ അറിയുന്നു, അറിവിൽ നിന്ന് ശബ്ദത്തെ മാറ്റുക. മാറ്റുന്നത് ആരായിരിക്കും? അറിവ് തന്നെ. എവിടേക്കാണ് മാറ്റുന്നത്? അത് അറിവിലേക്ക്. അത് മാറാൻ വേറൊരു ഇടമില്ല, അറിവല്ലാതെ. അതുകൊണ്ട് പറയുന്നു വിജ്ഞാനമാത്രസ്യ. അങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും എന്താണ്? വിജ്ഞാനം മാത്രമാണ്. വിജ്ഞാനം മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് ശബ്ദമായും രൂപമായും ഒക്കെ അനുഭവപ്പെടുന്നു? അഗ്നി അത് ഏകമാണെങ്കിലും
ഉഷ്ണമായും പ്രകാശമായും രൂപമായും വർണ്ണമായും ഒക്കെ അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? ഒന്നേ പറയാൻ പറ്റുന്നതാണ് അഗ്നിയുടെ സ്വഭാവം. അത് അഗ്നിയുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റും. ഏകമായിരിക്കുന്ന വസ്തു പലതായി അനുഭവപ്പെടുന്നു. സർവപ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ച് ഇത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ വിജ്ഞാനത്തിന്റെ സ്വഭാവമാണ് എന്ത്? അത് ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഒരേ വിജ്ഞാനത്തിന്റെ സ്വഭാവമാണ്. ആ വിജ്ഞാനത്തിന്റെ സ്വഭാവം അതിനിവിടെ സ്പന്ദനം എന്ന് പറയുന്നു. അതിനെയാണ് പറയുന്നത് അവിദ്യ, മായ എന്ന് പറയുന്നത്. അത് നമുക്ക് വിവേചിച്ചറിയാൻ കഴിയത്തില്ല. കഴിഞ്ഞ കാരികനും പറഞ്ഞു, അഗ്നി എന്ന് വരുന്ന ഒരു വസ്തുവിന്റെ ഈ നാനാ സ്വഭാവങ്ങൾ നമുക്ക് അഗ്നിയിൽ നിന്ന് വിവേചിക്കാൻ സാധ്യമല്ല. അതെല്ലാം കൂടി ചേരുന്നതാണ് അഗ്നി എന്നേ പറയാൻ പറ്റും. അതുപോലെ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഈ വിജ്ഞാനത്തിന്റെ ഭാവങ്ങൾ. പരമാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നമുക്ക് പല ഭാവങ്ങൾ തോന്നുന്നു. പക്ഷെ അത് അതിന്റെ ഏകത്വത്തെ വിടാതെയാണ്. അഗ്നിയിൽ ഉഷ്ണവും വർണ്ണവും എല്ലാം വെവ്വേറെയാണെന്ന് നമുക്ക് തോന്നുന്നു. അവിടെയാണ് നമുക്ക് വന്നിരിക്കുന്ന തകരാറ്. അഗ്നിയിൽ വെവ്വേറെ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. പക്ഷെ വെവ്വേറെയല്ല, അത് അഗ്നി മാത്രമാണ്, വിജ്ഞാനം മാത്രമാണ്. വെവ്വേറെയാണെന്ന് നമുക്ക് തോന്നുന്നതാണ്. അതെല്ലാം കൂടെ ചേരുന്നതാണ് അഗ്നി. എല്ലാം കൂടെ ചേർന്നൊരഗ്നിയാകുന്നതല്ല, ഒരഗ്നി നാനാരൂപത്തിൽ പ്രകടമാകും. അതുപോലെ ഒരു വിജ്ഞാനം നാനാരൂപത്തിൽ പ്രകടമാകുന്നു. അത് വിജ്ഞാനം മാത്രമാണ്, സ്പന്ദനം മാത്രമാണ്. എന്നാലും സ്പന്ദിക്കാതിരുന്നാലോ അത് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതാണ് അവിടെ അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യാശക്തി കൊണ്ടത് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എന്താ പിന്നെ പരമാർത്ഥത്തിലുള്ളത്? അതിന്റെ ആ സ്വരൂപം വിജ്ഞാനം മാത്രമാണെങ്കിൽ ആ വിജ്ഞപ്തി എന്ന് പറയുന്നത് ആ സ്വരൂപം അത് പരമാർത്ഥമാണ്. അതിൽ സ്പന്ദനം കൊണ്ട് സംഭവിക്കുന്നത്, സ്പന്ദനം കൊണ്ട് സംഭവിച്ചിട്ട് അതെല്ലാം വിജ്ഞാനത്തിൽ നിന്ന് വേറെയാണെന്ന് തോന്നുന്നു ആ ഭാവങ്ങൾ, അത് ആവിദ്യകം, അത് പരമാർത്ഥമല്ല. എന്ന പരമാർത്ഥത ഇനി അതാണ് ജാഗ്രത സ്വപ്നവും. അതിനോട് പറയുന്നത് യഥാസ്വപ്നെ ദ്വയാഭാസം. സ്വപ്നത്തിൽ ദ്വൈത പ്രതീതി ഉണ്ടാകുന്നു. അവിടെ ഇത് വളരെ വ്യക്തമാണ്. അവിടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ഉണ്ടെന്ന് കഴിയുമ്പോൾ ജാഗ്രതത്തിൽ ഉറപ്പുവരുന്നു അവിടെ വിജ്ഞാനം മാത്രം. നമ്മൾ വിജ്ഞാനം മാത്രം എന്നല്ല പറയുന്നത്, അവിടെ സ്വപ്നം കണ്ട ഞാനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. സ്വപ്നം കൊണ്ട ഞാനെന്ന് പറയുന്നത് എന്താണോ അതാ ചൈതന്യം തന്നെ. അതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഞാനായി അവശേഷിച്ചിരുന്നത്? ജാഗ്രത എന്ന് പറയുന്ന ഈ അവസ്ഥ വിട്ട് സുഷുപ്തി എന്നുള്ള അവസ്ഥയിലും എത്തിച്ചേരാതെ അവിടെ ഞാനായി എന്താണ് അവശേഷിച്ചിരുന്നത്? അതിനാണ് നമ്മൾ ചൈതന്യം വിജ്ഞാനം എന്നെല്ലാം പറയുന്നത്. അത് തന്നെയാണ് ദ്വയാഭാസമായത്, ദ്വൈത പ്രതീതി. അവിടുത്തെ നാനാ നാമരൂപങ്ങളായി പ്രതീതമായത് അത് തന്നെയാണ്. അത് എന്തുകൊണ്ടങ്ങനെ ഒന്നും മായയാ? മായ എന്ന് പറഞ്ഞാൽ ഇത്ര അതിനർത്ഥമുള്ള എന്താണ്? അത് പിടികിട്ടുന്നില്ല എന്നാണ്. വിവേചനം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് സംഭവിച്ചു. അവിടെ ഉണ്ടായിരുന്നതിന് എന്താ പറയുന്നത്? ചിത്തം എന്ന് പറയും. ചിത്തം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതല്ല. ഇതായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ അതായിരുന്നതിന്
അതിന്റെ തുടർച്ചയാണ് ഇത്. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് അവിടെ ചലിച്ചു. മായ കൊണ്ട് അവിടെ ദ്വയാഭാസത്തെ ഉണ്ടാക്കി. വിജ്ഞാനം എന്നുള്ള നിലയ്ക്ക് രണ്ടും ഒന്ന് തന്നെ. പക്ഷെ രണ്ടും ഒന്നാണെങ്കിലും നമുക്ക് ഭേദം പറയേണ്ടി വരുന്നു. എന്താണ്? ഇത് ജാഗ്രത, അത് സ്വപ്നം. രണ്ടിനും നമുക്ക് ജാഗ്രത എന്നോ രണ്ടിനും നമുക്ക് സ്വപ്നമെന്നോ പറയാൻ കഴിയുന്നില്ല. ജാഗ്രത എന്നും സ്വപ്നമെന്നുള്ള ആ ഭേദം, ആ ഭേദത്തിന് കാരണമായിരിക്കുന്ന ആ ചിത്തം അത് ചലിച്ചു, ആ വിജ്ഞാനം ചലിച്ചു, മായ കൊണ്ട് അത് സംഭവിച്ചു. അവിടെ ആ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് സ്വപ്നത്തിൽ മറ്റൊന്നുമില്ല, കേവല വിജ്ഞാനം മാത്രം. പക്ഷെ ഇതിനെ രണ്ടിനും വേർതിരിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ട്. നമുക്കത് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ മായയെ സ്വീകരിക്കുന്നത്. മായ അത് അനുവചനീയമാണ്. ജാഗ്രത എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നു, സ്വപ്നം എന്തുകൊണ്ട് ആ രീതിയിൽ അനുഭവപ്പെട്ടു എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ വിവേചിക്കാൻ സാധ്യമല്ല. തഥാ അതുപോലെ തന്നെ ജാഗ്രത് ദ്വയാഭാസം, ഇവിടെയും ഈ ജാഗ്രത് പ്രതീതി അവിടെയാണ് വരുന്നത്. സ്വപ്നത്തെ നമുക്ക് ദ്വയാഭാസം പ്രതീതിയാണെന്ന് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ജാഗ്രതത്തിനെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? നമ്മൾ സ്വപ്നത്തെ ശരിക്കും ബോധിക്കാത്തതുകൊണ്ടാണ്. സ്വപ്നത്തിന്റെ ദ്വൈതപ്രതീതി ഒരാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, വിചാരം കൊണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ജാഗ്രതയിൽ സംഭവിക്കുന്നു എന്ന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ ഈ ഒരവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ജാഗ്രത സ്വപ്നം പോലെയാണെന്ന് കരുതാൻ പ്രയാസമാണ്. കാരണം ജാഗ്രത സ്വപ്നവുമായി പ്രകടമായ പല വ്യത്യാസങ്ങളും എടുത്തു കാണിക്കണം. പക്ഷെ മനനം ചെയ്യുമ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇതൊരു സ്വപ്നമല്ല എന്ന് കരുതാൻ പ്രയാസമാണ്. ഇതും തഥാ അതുപോലെ തന്നെ ദ്വയാഭാസം എന്നുള്ള നിലയ്ക്ക് ഒരു വ്യത്യാസമാണ്. ദ്വൈതപ്രതീതി എന്നുള്ള നിലയ്ക്ക് രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. രണ്ടും ഒരേ ചിത്തത്തിന്റെ തന്നെ ഭാനമാണ്. എന്തെങ്കിലും അതിൽ വ്യത്യാസങ്ങൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മായ, എന്ന് വെച്ചാൽ അത് നിർവചിക്കാൻ സാധ്യവുമല്ല. നമ്മൾ പറയുന്നത് ചിത്തം ചലതി മായ. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെയും അവിടെയും ആ ദർശനത്തിന് വ്യത്യാസമില്ല, അറിവിന് വ്യത്യാസമില്ല. ഇവിടെയും അവിടെയും ദൃശ്യത്തിന് വ്യത്യാസമില്ല. അവിടെയും അനുഭവപ്പെടുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ തന്നെ. സർവ്വ വിഷയങ്ങളെയും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാം. ഇവിടെയും അനുഭവപ്പെടുന്ന എന്താണ്? ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ തന്നെയാണ്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഇത് സ്വപ്നമല്ല എന്നിങ്ങനെ പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ തഥ എന്ന് പറയുന്നത്. രണ്ടും ഒന്നുപോലെ തന്നെ എന്നാണ്. ഒന്നുപോലെ എന്ന് പറയുമ്പോൾ ദർശനം എന്നുള്ള നിലയ്ക്കും ദൃശ്യം എന്നുള്ള നിലയ്ക്കും ആ രീതിയിലാണ് പറയുന്നത്. ആ രണ്ട് രൂപത്തിലും ഇത് രണ്ടും ഒന്നുപോലെ തന്നെയാണ്. ഒരേ ചിത്തത്തിന്റെ ഭാനമാണ് സംഭവിക്കുന്നത് എന്ന് ഇതുവരെയുള്ള മനനത്തിന്റെ ഫലമായി പറയുകയാണ്. നിങ്ങൾ പെട്ടെന്ന് ഒരാളിന്റെ അടുത്ത് സ്വപ്നമാണെന്നോ അല്ലെങ്കിൽ സ്വപ്നം പോലെയാണെന്നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇതുവരെയുള്ള ചിന്തയുടെ ഫലമായി അതിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും. രണ്ടും കേവലമായ വിജ്ഞപ്തി മാത്രമാണ്. അതിന്റെ ഭാനം തന്നെയാണ് സർവവും. ജാഗ്രതയിൽ ഉണർന്നിരുന്നുകൊണ്ട് ആ വിജ്ഞപ്തിയിലൂടെയാണ് എല്ലാത്തിനെയും അറിയുന്നതും ചിന്തിക്കുന്നതും, സ്വപ്നത്തിനെയും സുഷുപ്തിയും എല്ലാം.
അതെല്ലാം ഒരേ ഒരു ജാഗ്രതത്തിന്റെ സൃഷ്ടിയാണ്. ഒരേ ഒരു ജാഗ്രത എന്ന് വെച്ചാൽ ഒരേ ഒരു വിജ്ഞപ്തി, ഒരേ ഒരു ഉണർവ്, അതിന്റെ ഭാനമാണ്. അതല്ല മറ്റൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. യഥാ സ്വപ്നേ ദ്വയാഭാസം ചിത്തം ചലതി മായയാ തഥാ ജാഗ്രദ്വയാഭാസം ചിത്തം ചലതി മായയാ അദ്വയം ച ദ്വയാഭാസം ചിത്തം സ്വപ്നേ ന സംശയ അദ്വയം ച ദ്വയാഭാസം തഥാ ജാഗ്രത് ന സംശയ. അദ്വയം ച ദ്വയാഭാസം. എന്തായാലും സ്വപ്നത്തിൽ ദ്വൈതപ്രതീതി ഉണ്ടായി. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം. ഇതിനെ സ്വപ്നമെന്ന് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവിടെ എന്തായാലും സംഭവിച്ചത് ദ്വയാഭാസമാണ്. പക്ഷെ അവിടെ അതിന്റെ അദ്വൈതയെ മനസ്സിലാക്കാൻ എളുപ്പമാണ് ജാഗ്രതത്തിനേക്കാൾ. എന്തുകൊണ്ട്? ഇതിനെക്കുറിച്ച് മനനം ചെയ്യുമ്പോൾ ഈ ജാഗ്രതത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഒരിക്കലും പറയാൻ കഴിയുന്നില്ല ഞാൻ മാത്രമാണ്. കാരണം ഇവിടെ ഞാനുണ്ടെങ്കിൽ നീയുമുണ്ട്. അടുത്ത് പറയും രണ്ടും സാപേക്ഷമായി നിലനിൽക്കുന്നു. ഒരേ ചിത്തം തന്നെ രണ്ട് പിരിവായി നിന്നിട്ട് പരസ്പരം അപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് സ്വപ്നത്തെ കൊണ്ടുവരുന്നത്. സ്വപ്നത്തിൽ ഈ അദ്വൈതസ്ഥിതി സ്പഷ്ടമാണ്. എന്തുകൊണ്ട്? ആ സ്വപ്നത്തിൽ നിന്ന് വിട്ടു നയിക്കാൻ കഴിയുന്നുണ്ട്. സ്വപ്നത്തിൽ നിന്നും വിട്ടു നിന്നിട്ട് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നു. ജാഗ്രതയിൽ നിന്ന് വിട്ടു നിന്നിട്ട് ജാഗ്രതയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഒരു തകരാറാണ്. നിങ്ങൾ സ്വപ്നത്തിൽ ജാഗ്രതയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞെന്ന് വരും. ജാഗ്രതയിലെ കാര്യം പറയുക. സ്വപ്നത്തിൽ നിന്ന് വിട്ടു നയിക്കുമ്പോൾ ബോധ്യം വരുന്നത് എന്താണോ? അവിടെ കേവലം ഞാൻ മാത്രമായിരുന്നു. ഞാൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ സർവദ്വൈത പ്രതീതിയെ നിഷേധിക്കുന്നു. സർവദ്വൈത പ്രതീതിയെ നിഷേധിച്ചിട്ട് ഞാനെന്ന് പറയുന്നത് എന്തിനാ? ഈ ബോധത്തെ തന്നെ, ചൈതന്യത്തെ തന്നെ, ഈ വിജ്ഞാനത്തെ തന്നെ. കാരണം ഞാൻ എന്നുള്ള ആ സ്ഫുരണം വിജ്ഞാനത്തിന്റെ തന്നെ പ്രകാശമാണ്. അത് മാത്രമായിരുന്നു ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ടാണെന്ന് പറയുന്നു അദ്വയം, ആ സ്വപ്നം അദ്വയമായിരുന്നു. പക്ഷെ അദ്വയമായിരുന്നിട്ടും പറയുന്നു എന്താണ്? ദ്വയാഭാസം. അവിടെ ദ്വൈത പ്രതീതി ഉണ്ടായി, നാനാത്വ പ്രതീതി ഉണ്ടായി. ഏതാണ് അവിടെ അദ്വയമായിരുന്ന ചിത്തം തന്നെ സ്വപ്നത്തിൽ ന സംശയം. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ദ്വൈതിക്കോ അദ്വൈതിക്കോ ആർക്ക് സംശയമില്ല. സ്വപ്നത്തിൽ താൻ മാത്രമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആനയും കുതിരയും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിവിടെ പറയുന്നു അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം അതിനെ നിസ്സംശയമായി സമർത്ഥിക്കാമെന്നുള്ള സ്ഥാനമാണ്. സുഷുപ്തിയോ അതുപോലെ ഉറപ്പുള്ള ഒരു സ്ഥാനമാണ്, ഉറപ്പിക്കാമെന്നുള്ള സ്ഥാനമാണ്. പക്ഷേ സുഷുപ്തിയിലൊരു പോരായ്മയുണ്ട്. എന്താണ്? ഇവിടെ ജാഗ്രതയിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ ദ്വയാഭാസത്തിനും അദ്വൈതമാണെന്നാണ്. അദ്വൈതം മാത്രമാണെന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടില്ല. ദ്വയാഭാസത്തിനും അദ്വൈതം പറഞ്ഞു. അതായത് ഈ ദ്വൈത പ്രതീതിയിലും അദ്വൈതമേ ഉള്ളൂ എന്നാണ്. അത് പറയുമ്പോഴാണ് നമുക്കത്
അതിനൊരു വൈരുദ്ധ്യം തോന്നുന്നു. ആദ്യം പറയുന്നു ഈ ദ്വൈത പ്രതീതിയിലും. അപ്പോൾ നമ്മൾ എങ്ങനെയോ ആ ദ്വൈത പ്രതീതി അംഗീകരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു അത് അദ്വൈതമാണ്. ഇതിൽ അനുഭവപ്പെടുന്ന ഈ വൈരുദ്ധ്യമാണ് അദ്വൈതത്തെ സ്വീകരിക്കാൻ തടസ്സമായിരിക്കുന്നത്. സ്വപ്നത്തിലാണെങ്കിലോ അവിടെയും ദ്വൈത പ്രതീതി. പക്ഷേ ആ ദ്വൈത പ്രതീതിയിലെ അദ്വൈതം അതവിടെ സ്വീകരിക്കുന്നതിനൊരു പ്രയാസമില്ല. കാരണം ഇവിടെ ജാഗ്രതയിലിരുന്നു കൊണ്ട് ആ സ്വപ്നത്തിലെ ദ്വൈത പ്രതീതിയെ വിട്ടിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കേവലമായ ഞാൻ മാത്രമാണ്. അപ്പോൾ ദ്വൈത പ്രതീതിയിൽ അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിനുള്ള ദൃഷ്ടാന്തം മാത്രമാണ് സ്വപ്നം. ഇനി ദ്വൈതാഭാവത്തിൽ അതും അദ്വൈതം തന്നെ എന്നുള്ളതിനെ സമർത്ഥിക്കുന്നതിനുള്ള ദൃഷ്ടാന്തമാണ് സുഷുപ്തി. അവിടെ ഒരു സംശയമില്ലല്ലോ. സുഷുപ്തിയിൽ ആരാ ഉണ്ടായിരുന്നത്? ഞാൻ മാത്രമാണ്. അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രം. ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള ദ്വൈത പ്രതീതിയും ഉണ്ടായിരുന്നില്ല. ജാഗ്രത ഈ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജാഗ്രത അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഈ തുര്യന്റെ തന്നെ പ്രകാശമാണ് ജാഗ്രത അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുര്യൻ തന്നെ ഇതിനു വേണ്ടി, ഈ അദ്വൈത ബോധത്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് ഈ സ്വപ്നവും സുഷുപ്തിയും. ഇത് രണ്ടുമില്ലെങ്കിൽ ഒരിക്കലും ഈ അദ്വൈതബോധം ഉണ്ടാകത്തില്ല, ആർക്കും ഉണ്ടാകത്തില്ല. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, മനനം ചെയ്യണമെങ്കിൽ, മനനത്തിലൂടെ അതിനെ അറിയണമെങ്കിൽ ദൃഷ്ടാന്തം വേണം. അല്ലാതെ സാധ്യമല്ല. ഇവിടെ മനനത്തിന് വിധേയമാക്കുന്ന എന്താണ്? സ്വസ്വരൂപത്തെ തന്നെ. ആ സ്വസ്വരൂപത്തെ മനനത്തിന് വിധേയമാക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് സ്വസ്വരൂപത്തിന്റെ അദ്വൈതഭാവം, മറ്റൊന്ന് സ്വാനുഭവത്തിൽ വരുന്ന ദ്വൈതഭാവം. ഈ രണ്ട് കാര്യത്തിനും ദൃഷ്ടാന്തം വേണം. ഇത് രണ്ടും മനസ്സിലാക്കുന്നതിന്. ഈ രണ്ട് കാര്യങ്ങളും ജാഗ്രതയിൽ തന്നെ മനസ്സിലാക്കുകയും വേണം. അത് സ്വസ്വരൂപത്തിന്റെ കേവലമായ അദ്വൈതഭാവം മനസ്സിലാക്കുന്നതിനുള്ള ദൃഷ്ടാന്തമാണ് സുഷുപ്തി. അതേ സ്വരൂപത്തിന്റെ തന്നെ ദ്വൈതഭാവത്തിലുള്ള അദ്വൈതഭാവം. ദ്വൈതത്തിനും അദ്വൈതം തന്നെ. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്വൈത ബോധത്തിന് ഇതിനപ്പുറം വരൊന്നും വേണ്ട. ഈ രണ്ട് ദൃഷ്ടാന്തത്തിനും അപ്പുറം മറ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ എന്താണ്, ഇത് മൂന്നും തുര്യന്റെ മൂന്ന് ഭാവങ്ങളാണ് എന്ന് പറയുന്നത്. ഏകനായിരിക്കുന്ന തുര്യൻ സുഷുപ്തനായും സ്വപ്നസ്ഥിതനായും ജാഗ്രതായും ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതയിലിരുന്നുകൊണ്ട് ഒരാൾക്ക് ഇതിനെക്കുറിച്ച് മനനം ചെയ്യാൻ കഴിയുന്നത്. കാരണം എന്തുകൊണ്ട്? ജാഗ്രതയിലിരുന്നുകൊണ്ട് മനനം ചെയ്യുന്നതിന് മറ്റ് രണ്ട് ദൃഷ്ടാന്തങ്ങൾ സ്പഷ്ടമായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ഈ വിജ്ഞാനത്തിൽ, വിജ്ഞപ്തിയിലാണ് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളും നിലനിൽക്കുന്നു. ജാഗ്രതത്തിലെ വിജ്ഞപ്തി. നിങ്ങൾ എവിടെ ചിന്തിക്കുന്നു? ജാഗ്രത. ജാഗ്രതയിലിരുന്നു കൊണ്ടാണ് സ്വപ്ന വിജ്ഞാനത്തെക്കുറിച്ചും സൗഷുപ്ത വിജ്ഞാനത്തെക്കുറിച്ചും ചിന്തിക്കുന്നത്. ജാഗ്രതയിലിരുന്നു കൊണ്ടാണ്. അതിനാധാരമായിരിക്കുന്ന ജാഗ്രത വിജ്ഞാനമാണ്.
ജാഗ്രതത്തിലേ അത് സാധ്യമാകുന്നുള്ളൂ. സുഷുപ്തിയിൽ നമുക്ക് സാധ്യമാകുന്നില്ല. സ്വപ്നത്തിൽ സാധ്യമായാലും ഇവിടെ ജാഗ്രതത്തിൽ അത് നിലനിൽക്കുന്നില്ല, അത് കാണുന്നില്ല, അത് മറഞ്ഞുപോയി. അതുകൊണ്ട് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ ആണ് അദ്വൈതത്തെ ബോധിക്കുന്നത്. ഇവിടെ അദ്വൈതത്തിന്റെ ഈ പ്രക്രിയ അനുസരിച്ച് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധിക്കുന്നു എന്ന് മാത്രമല്ല, ഈ രണ്ടനുഭവങ്ങളും, ഏത് സുഷുപ്തിയും സ്വപ്നവും രണ്ടും ഇവിടെ അദ്വൈത ചിന്തയനുസരിച്ച് ഇത് രണ്ടും കേവലം അദ്വൈത ബോധത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ ഈ രണ്ടവസ്ഥയ്ക്ക് വേറെ പ്രയോജനമൊന്നുമില്ല അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വേറെന്ത് സാധിക്കാനാണ്? ജാഗ്രതത്തിലെ ഈ അദ്വൈത ബോധത്തിന് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുര്യൻ ഇങ്ങനെ മൂന്നായി പിരിഞ്ഞിരിക്കുന്നത്, വിശ്വതൈസപ്രാജ്ഞന്മാരായിരിക്കുന്നു. ഒരേ ഒരു തുര്യൻ തന്നെ ജാഗ്രതത്തിൽ ഇത് വെളിപ്പെടും. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ആവർത്തിച്ച് കാരികയിൽ മാത്രമല്ല പുരുഷത്തിലും ആദ്യം എന്താണ് ചെയ്തത്? ഈ ജാഗ്രത സ്വപ്ന വിശ്വതൈസപ്രാജ്ഞന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടിവിടെ പറയുന്നു അദ്വയം, സ്വപ്നത്തിൽ അദ്വയനായിരുന്നു, എന്നാൽ അവിടെ ദ്വയാഭാസം ഉണ്ടായിരുന്നു. അതിലൊരു വൈരുദ്ധ്യമില്ലല്ലോ. അല്ലെങ്കിൽ അതിലെന്തൊക്കെ വൈരുദ്ധ്യം ഉണ്ടായോ അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ഉണർന്നിരുന്ന് പറയുന്നു എന്താണ്? അവിടെ ഞാൻ അദ്വയനായിരുന്നു, കേവല ബോധമായിരുന്നു, തുര്യൻ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്വൈത ദ്വയാഭാസം ജാഗ്രതത്തിനും അത് തന്നെ മനസ്സിലാക്കുക. ജാഗ്രതത്തിൽ അതൊന്നും വേറിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ ജാഗ്രതത്തിനെയും അതുപോലെ മനസ്സിലാക്കാം. അതുപോലെ മനസ്സിലാക്കുന്നതിനാണ് പറയുന്നത് ഇത് സ്വപ്നം പോലെയാണ് എന്ന്. പക്ഷെ രണ്ടിടത്തും മനസ്സിലാക്കുന്ന ഒരേ തത്വമാകുമ്പോൾ എന്താണ്? അദ്വൈത ദ്വയാഭാസം, അത് തന്നെ ആവർത്തിക്കുന്നു. അപ്പോൾ ഇത് അതുപോലെയും തന്നെ മനസ്സിലാക്കുന്നു, സ്വപ്നം പോലെയും തന്നെ മനസ്സിലാക്കുന്നു. ഇതത് തന്നെയാണ്. അവിടെയും അദ്വയമായിരുന്നു, ദ്വയാഭാസമായിരുന്നു. ഇവിടെയും അദ്വയമാണ്, ദ്വയാഭാസം എന്ന് പറഞ്ഞാൽ ഇതും ആ സ്വപ്നം തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതും ആ സ്വപ്നം തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വപ്നമാകുന്നു? എന്താ ഈ സ്വപ്നം എന്ന് പറയുന്നത്? ഒരേ വിജ്ഞപ്തി, അതല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ സ്വപ്നത്തിൽ? ഒരേ വിജ്ഞാനം. അപ്പൊ ഇത് സ്വപ്നം തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും അതേ വിജ്ഞാനം തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല. അവിടെ നിലനിന്നിരുന്ന അതേ വിജ്ഞാനം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ വിജ്ഞാനം. അതാണ് സ്വപ്നം തന്നെ എന്ന് പറഞ്ഞത്. സ്വപ്നം തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് യോജിക്കാൻ കഴിയാതെ വരുന്ന എന്താണ്? സ്വപ്നം തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് സ്വപ്നത്തിൽ കണ്ട പ്രതീതികൾ അത് തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നതെന്നാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം സ്വപ്നത്തിൽ കണ്ട ആന ഇപ്പം നമ്മുടെ മുമ്പിലില്ല, കുതിരയില്ല. ഈ സ്വപ്നം തന്നെ എന്ന് പറയുമ്പോൾ സ്വപ്നത്തിന്റെ പ്രതീതിയാണിതെന്നുള്ള അർത്ഥത്തിലല്ല. ആ പ്രതീതി മറന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്വപ്നമൊന്നും ജാഗ്രതയൊന്നും വെവ്വേറെ പേരിട്ട് വിളിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ അദ്വൈതത്തിൽ സ്വപ്നം തന്നെ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലല്ല, മറിച്ചോ അതേ വിജ്ഞാനം തന്നെ ഇവിടെ, അതേ വിജ്ഞാനം തന്നെ ഇവിടെയെങ്കിൽ അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതിനാർക്കും നിഷേധിക്കാൻ പറ്റും. അതിനെ നിഷേധിക്കണമെങ്കിൽ ആദ്യം തന്നെ നിഷേധിക്കണം. അങ്ങനെ സ്വപ്നം കണ്ട ഞാനല്ല ഇപ്പോൾ ഉണർന്നിരിക്കുന്നതെന്ന് പറയുന്നു. അത് കഴിയത്തില്ല. വേണമെങ്കിൽ പറയാൻ എന്താണോ? സ്വപ്നം കണ്ട അവനല്ല ഉണർന്നിരിക്കുന്ന ഞാനെന്ന് പറയാം. കാരണം വേറൊരാൾ സ്വപ്നം കണ്ടു, ഞാൻ ഉണർന്നിരിക്കുന്നു. അല്ല, ഒരിക്കലും തന്നെ സംബന്ധിച്ച് ആത്മനിഷ്ഠമായി നിഷേധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് സ്വപ്നം തന്നെ എന്ന് പറഞ്ഞാൽ ഒരേ വിജ്ഞപ്തി. സ്വപ്നം പോലെ എന്ന് പറഞ്ഞാലോ അവിടെ ഉണ്ടായ പ്രതീതികൾക്ക് സമാനമായ പ്രതീതി തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. അതാണ് സ്വപ്നം പോലെ എന്ന് പറയുന്നത്. അവിടെയും ആനയും കുതിരയൊക്കെ കാണുന്നു, ഇവിടെ വന്നപ്പോഴും ആനയും കുതിരയൊക്കെ കാണുന്നു. അത് പ്രതീതിയിലുള്ള സാദൃശ്യത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത് സ്വപ്നം
തന്നെയാണ്. പ്രതീതിയുടെ ബാധയെടുത്തു. ബാധ എന്താണ്? സ്വപ്നം മാഞ്ഞുപോയി, ജാഗ്രത വന്നു. ഈ ജാഗ്രത മാഞ്ഞിട്ട് സുഷുപ്തിയിലേക്കോ എവിടേക്കെങ്കിലും പോകുന്നു. അപ്പോൾ പ്രതീതിയുടെ ബാധ, പ്രതീതി മാഞ്ഞു പോകുന്നു. അതുകൊണ്ടും പറയാം എന്താണോ, ഇത് സ്വപ്നം പോലെയാണ്. പക്ഷെ ഇത് സ്വപ്നം തന്നെ എന്ന് പറയുമ്പോൾ അതാണ് അദ്വയം. രണ്ടിടത്തും ഒരേ പദം ഉപയോഗിച്ചു. അദ്വയഞ്ച ദ്വയാഭാസം. സ്വപ്നത്തെക്കുറിച്ചും അതേ പറയാനുള്ളൂ, ജാഗ്രതത്തിനെ കുറിച്ചും അതേ പറയാനുള്ളൂ. അദ്വയഞ്ച ദ്വയാഭാസം. അദ്വയം എന്താണ്? എന്ന് പറഞ്ഞു എന്താണ്? ചിത്തം, ഒരേ വിജ്ഞാനം. അത് തന്നെയാണ് അവിടെയും ഇവിടെയും നിലനിൽക്കുന്നത്. തഥാ ജാഗ്രത്. ഇതാചാര്യൻ നമ്മളെ ബോധിപ്പിച്ചിട്ട് പറയുകയാണ്, ഇന്ന സംശയം, തനിക്ക് യാതൊരു സംശയമില്ല. ഇത് കേൾക്കുന്നവനും ഒരു സംശയം വരേണ്ട കാര്യമില്ല. ശ്രവിക്കുന്നവനും എങ്ങനെയാ സംശയം വരുന്നത്? ഇത് രണ്ടും ഒരേ വിജ്ഞാനം എന്ന് പറയുമ്പോൾ, രണ്ടിടത്തും ഒരുപോലെയുള്ള പ്രതീതി എന്ന് പറയുമ്പോൾ സംശയത്തിന് എന്താ ഇടയുള്ളത്? അദ്വൈതത്തെ സംബന്ധിച്ച് പൊതുവെ പറയും എന്താണോ, കടുകട്ടിയാണ്, മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണെന്ന് പറയും. എല്ലാവരുടെയും പരാതി അതാണ്. പക്ഷെ അതേ അദ്വൈതത്തെക്കുറിച്ച് തന്നെ ആചാര്യന്മാർ പറയുന്നത് എന്താണ്? ഇത് അത്യന്തം സരളമാണ്, വളരെ സരളമാണ്. വളരെ സരളമായതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? എന്നാ സംശയ, യാതൊരു സംശയവുമില്ല, പകൽ പോലെ സ്പഷ്ടം എന്ന് പറയുന്നു. അദ്വയം ചതുയാഭാസം ചിത്തം സ്വപ്നേന സംശയ. അദ്വയം ചതുയാഭാസം തഥാ ജാഗ്രത് ന സംശയ. ഇത് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കാതെ വിട്ട ഒന്നാണ്. മുക്താർത്ഥവും ശ്ലോകവും 61, 62. കാരണം എന്ന് വെച്ചാൽ അത്രയും സ്പഷ്ടമായ കാര്യമാണ്. എന്തിനത് വ്യാഖ്യാനിക്കണമെന്നാണ്. സ്വപ്നദൃക് പ്രചരൻ സ്വപ്നേ ദക്ഷോ വൈദശ സുസ്ഥിതാൻ. ദക്ഷു വൈ ദശസുസ്ഥിതാൻ അണ്ഡജാൻ സ്വേദജാൻ വാവേ ജീവാൻ പശ്യതി യാൻ സദാ. ഇതശ്ച വാഗ്ഗോചരസ്യ അഭാവോ ദ്വൈതസ്യ. ദ്വൈതസ്യാന്നോ അദ്വൈതസ്യാന്നോ രണ്ടു തരത്തിലും പറയാൻ, രണ്ടു തരത്തിലും പാഠമുണ്ട്. മുമ്പ് പറഞ്ഞല്ലോ, ഇത് സർവ ഇന്ദ്രിയങ്ങളിലൂടെയും വിജ്ഞാനമാണ് പ്രകാശിക്കുന്നതെന്നും പറയാം. ഒരിന്ദ്രിയങ്ങൾക്കും ഇതിന് വെളിപ്പെടുത്താൻ വയ്യെന്നും പറയാം. രണ്ടും ശരിയാണ്. പ്രതിബോധവിദിതം എന്ന് പറയുന്നത് ഇതല്ലാതെ മറ്റൊന്നും അറിയുന്നില്ല. എന്തിലൂടെ, ഏതിലൂടെ, എന്തിനെ അറിഞ്ഞാലും ഇതിനെ തന്നെ അറിയുന്നു എന്നെല്ലാം പറയാറുണ്ട്. മറിച്ചും പറയാം, ഒന്നുകൊണ്ട് ഇതിനെ അറിയുന്നില്ല, അങ്ങനെയും പറയും. അദ്വൈതത്തെ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുന്നു. മുമ്പ് പറഞ്ഞു എന്താണോ, ഈ വാക്കിന് ഗോചരീഭൂതമായിരിക്കുന്ന ഈ ദ്വൈതം ഇത് അസത്താണ്. അതാണ് ഇതശ്ച വാഗ്ഗോചരസ്യ അഭാവോ അദ്വൈതസ്യ. സ്വപ്നാൻ പശ്യതീതി സ്വപ്നദൃക് പ്രചരൻ പര്യടൻ സ്വപ്നെ സ്വപ്നസ്ഥാനെ ദക്ഷവൈ ദശസു സ്ഥിതാൻ വർത്തമാനാൻ ജീവാൻ പ്രാണിനോ അണ്ഡജാൻ സ്വേദജാൻ വായാൻ സദാ പശ്യതി.
ഇവിടെ സാധാരണ പറയുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ മറ്റു പലരുമുണ്ട്. എൻ്റെ മുമ്പിൽ ഒരുപാട് പേരിരിക്കുന്നുണ്ട്, ഇവരോട് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇവിടെ ഒരു ജീവനല്ല, ഞാനൊരു ജീവൻ, എൻ്റെ മുമ്പിൽ അനേക ജീവന്മാർ. സ്വപ്നത്തിൽ അങ്ങനെയല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ, അതേ ഉള്ളൂ. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നല്ല, അവിടെയും എനിക്ക് ദൃശ്യമുണ്ടായിരുന്നു. എന്റെ ദൃശ്യത്തിൽ അനേകം പേരുണ്ടായിരുന്നു. അവിടെയും ഉണ്ടാകാം, ഇത് തന്നെ അവിടെ ആവർത്തിക്കാം, ഇതുപോലെ അവിടെയൊക്കെ സംഭവിക്കും. അപ്പോൾ അവിടെ എങ്ങനെ ഞാൻ ഒറ്റയ്ക്കാകുന്നു? ഒറ്റയ്ക്കെന്ന് പറയാൻ എന്താ കാരണം? ജാഗ്രതത്തിൽ അവിടെ ഉണ്ടായിരുന്നവരാരും കൂടാവുന്നില്ല, അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളവരെല്ലാം അവിടെയും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇവിടെയും ഒറ്റയ്ക്കാണെന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണോ അവിടെ ഉണ്ടായിരുന്നല്ല, മറ്റാൾക്കാരായിരുന്നു. അവിടെ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഒറ്റയ്ക്കാണെന്നല്ല. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒറ്റയ്ക്കായിരുന്നില്ല, അവിടെയും ദൃശ്യങ്ങളുണ്ടായിരുന്നു, ദ്രഷ്ടാവും ഉണ്ടായിരുന്നു. ഒരേ ഒരു വിജ്ഞാനം തന്നെ അവിടെയും ദൃശ്യമായും ദ്രഷ്ടാവായും വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരേ ഒരു വിജ്ഞാനം തന്നെ ദൃശ്യമായും ദ്രഷ്ടാവായും ഇരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സ്വപ്നാൻ പശ്യതീതി സ്വപ്നദൃക്, അവിടെ സ്വപ്നം കാണുന്നവരുണ്ടായി, ഇവിടെ ഇപ്പോൾ ജാഗ്രതനെ കാണുന്നവരുമുണ്ട്. രണ്ടും ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ കണ്ടു, ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? പ്രചരൻ പര്യടൻ സ്വപ്നേ സ്വപ്നസ്ഥാനെ. ആ സ്വപ്നദൃഷ്ടാവ് ഈ ജാഗ്രതയിലേതുപോലെ തന്നെ അവിടെയും സഞ്ചരിക്കുന്നു. സ്വപ്നസ്ഥാനെ ദക്ഷുവൈ ദശസ്, ഇവിടെ പോലെ അവിടെയും ദിക്കും കാലവും ഉണ്ട്. ഇവിടെ ഇപ്പൊ കാലമില്ലേ, ഇവിടെ ദേശമില്ലേ, ഇതെല്ലാം അവിടെയും ഉണ്ട്. വർത്തമാനാൻ ജീവാൻ നമ്മൾ പറയുന്നു, അതെല്ലാം കഴിഞ്ഞു പോയെന്ന്. എന്റെ സ്വപ്നത്തിൽ നമ്മൾ വർത്തമാനകാലത്തിലാണ്. ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളും ഇതുപോലെ ജാഗ്രതായിരിക്കും. ആ ജാഗ്രതായിരിക്കുമ്പോൾ അവിടെ കാലം വന്നു, വർത്തമാനകാലം. ഞാനിതാ ഇപ്പോൾ ഇതിനെല്ലാം അറിയുന്നു എന്നാണ്. ജാഗ്രതത്തിൽ എങ്ങനെയാണോ പറയുന്നത് ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അതിലവിടെയും പറയുന്നു ഞാനിതെല്ലാം അറിയുന്നു. അവിടെ വർത്തമാനകാലം ഉണ്ടല്ലോ. ദശദിക്കുകൾ അവിടെയുണ്ട്, കിഴക്കും പടിഞ്ഞാറും മുകളിലും താഴെയും എല്ലാം അവിടെയും കാണുന്നുണ്ട്. ഇവിടെ പറയുന്നു ഇതാ എനിക്ക് ചുറ്റും പലരുമുണ്ട്, പറയുന്നു അവിടെയുണ്ട്, ചുറ്റും പലരും ഉണ്ടായിരുന്നു. ജീവാൻ പ്രാണിനഹ, നാനാപ്രാണികൾ, ജീവന്മാര്, അണ്ടജാൻ ശ്വേതജാൻ ചതുർവിധ യോനികളിൽ പിറന്ന ആ പ്രാണികളെ സർവത്തെയും സദാ പശ്യതി, ഇവിടെ ഇങ്ങനെ തുടർച്ചയായി കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് അവിടെ ഒരു പോരായ്മ പറയുന്നത്. എന്താണ് അവിടെ ആ തുടർച്ച? ഇവിടെ പറയും തുടർച്ചയുണ്ട്. ഇന്നലത്തെ ജാഗ്രതത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ജാഗ്രത. ഇന്നലത്തെ ചർച്ചയുടെ തുടർച്ചയാണ് ഇന്ന് ചെയ്യുന്നത്. ഓർക്കുന്നു, ഇന്നലത്തെ ചർച്ചയുടെ തുടർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇനി പറയുന്നു, സങ്കല്പിക്കുന്നു, നാളെ ഇതിന്റെ തുടർച്ച നടക്കും. സ്വപ്നത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ.
അതിന്റെ തുടർച്ച ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് പറയുന്നു അങ്ങനെയല്ല, അവിടെയും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വേണ്ട രൂപത്തിൽ നമുക്കതിനെ ഓർക്കാൻ കഴിയുന്നില്ല. കാരണം അത് വിട്ടുപോയി. ഇത് വിട്ടുകഴിഞ്ഞാൽ ഇതിനും വേണ്ട രൂപത്തിൽ ഓർക്കാൻ കഴിയത്തില്ല. എന്തിന്? ഇതൊന്ന് വിട്ടുകഴിഞ്ഞാൽ ഇതിന്റെ കാര്യം വലിയ കഷ്ടമാണ്. ഇതിനെക്കുറിച്ചൊരു ലേശം പോലും ഓർമ്മ വരത്തില്ല. സുഷുപ്തിയിലേക്ക് ചിന്തിക്കുക. സുഷുപ്തിയിൽ ഈ ജാഗ്രതത്തിന്റെ എന്തെങ്കിലും ഒരു ലേശം ഇത്രയും തുടർച്ചയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നലെ ഇന്ന് നാളെ എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതത്തിന്റെ യാതൊരു സ്മരണയും അവിടെയില്ല. ഇത് ജാഗ്രത ആയതുകൊണ്ട് ഇതിന്റെ സ്മരണം നിലനിൽക്കുമെന്നൊന്നും പറയാൻ വയ്യ. സ്വപ്നത്തിലാണെങ്കിലോ, സ്വപ്നത്തിൽ അത് സ്വപ്നമായി അനുഭവപ്പെടുന്നില്ല, ജാഗ്രതയായി തന്നെ അനുഭവപ്പെടുന്നു. ആ ജാഗ്രതത്തിൽ അതിന് ജാഗ്രതയായി അനുഭവപ്പെടുന്നത് ജാഗ്രതയായി ചിന്തിച്ച് അതൊന്ന് നമുക്ക് മനസ്സിലാക്കുമെന്തോ അവിടെയും തുടർച്ചയുണ്ട്. എന്തുകൊണ്ട്? അവിടെയും ഇന്നലെ ഇന്നും നാളെ ഈ രീതിയിൽ ആ സ്വപ്നം തുടരാം. ഇന്നലത്തെ ചർച്ചയുടെ ബാക്കി ഇന്ന് ചർച്ച ചെയ്യാം. നാളത്തെ ചർച്ചയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വരാം. ഇതെല്ലാം ഈ ജാഗ്രതയിലിരുന്നുകൊണ്ട് പൂർവാപരങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ സ്വപ്നവും ഇതുപോലെ അനുഭവവേളയിൽ ജാഗ്രതയായിരിക്കുന്നത് കൊണ്ട് അവിടെയും ഇതെല്ലാം തന്നെ സംഭവിക്കും. ഇന്നലെ ഇന്നും നാളെ എന്നുള്ള കാലബോധത്തിൽ അവിടെയും തുടർച്ച സംഭവിക്കാം. അത് സംഭവിച്ചിരുന്നു. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഈ തുടർച്ചയും സ്ഥായിത്വം എല്ലാം ഇതുപോലെ തന്നെ സംഭവിച്ചിരുന്നതാണ്. പക്ഷേ എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പം അനുഭവപ്പെടുന്നില്ല? കാരണം ആ അവസ്ഥ മാറിപ്പോയി. ഇപ്പോൾ ആ ജാഗ്രത പോയി. സ്വപ്ന ജാഗ്രത, സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആ ജാഗ്രത നഷ്ടപ്പെട്ടു. മറ്റൊരു ജാഗ്രതത്തിലേക്ക് വന്നു. ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് പൂർവ്വ വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ കഴിയുന്നു. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു? അത് എന്തുകൊണ്ട് സുഷുപ്തിയിൽ സംഭവിച്ചു? ശരി, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നപ്പോൾ കുറേയെങ്കിലും നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു. എന്നാൽ ഈ ജാഗ്രതയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോയാൽ ഒന്നും സ്മരിക്കാൻ കഴിയുന്നില്ല. ആ സ്വപ്നത്തെക്കാൾ ഇത് ദുർബലമല്ലേ? ഒരു തരത്തിൽ സ്മരിക്കാനേ കഴിയുന്നില്ല. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നും മാറി നിന്നും ഈ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്? അത് സ്ഥായിയല്ല, സ്ഥിരമല്ല, അത് ക്ഷണികമാണ് എന്നല്ല. പക്ഷേ ആ അവസ്ഥയിൽ അത് ജാഗ്രതയായി തന്നെ അനുഭവപ്പെടുന്നതുകൊണ്ട് അവസ്ഥയിൽ നിന്നും മാറാതിരിക്കുമ്പോൾ എന്താണ്? അതും സ്ഥിരമായിരുന്നു. പറയുന്നു സദാ. അവിടെയും ഭൂതവർത്തമാന ഭാവി കാലങ്ങളെല്ലാം ഉണ്ട്. അവിടെയും ഇന്നലെ ഇന്ന് നാളെ, ഇന്നലത്തെ തുടർച്ച ഇന്ന്, അതിനെ തുടർന്ന് നാളെ, എല്ലാം അവിടെയും വാസ്തവത്തിൽ സംഭവിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കും. പിന്നെ അത് അവ്യക്തവും ക്ഷണികവുമാകുന്ന എന്തുകൊണ്ട്? ആ അവസ്ഥ പാടെ മാറിപ്പോകുന്നു, മറ്റൊരു അവസ്ഥയിലേക്ക് വരുന്നു. അതുതന്നെ ഇതിന് സംഭവിക്കും. ഈ അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോയാൽ ഇത് അതിനേക്കാൾ ദുർബലമാണ്. സുഷുപ്തിയിലേക്ക് പോയാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇനി തിരിച്ച് സ്വപ്നത്തിലേക്ക് പോകട്ടെ. സ്വപ്നം ഇതിനേക്കാൾ കേവലമാണെന്ന് അപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കുറഞ്ഞ പക്ഷേ എന്തെങ്കിലും സ്മരിക്കാനെങ്കിലും പറ്റും. സ്വപ്നത്തിൽ ചെന്നാലോ ഇതിനെക്കുറിച്ച് യാതൊരു സ്മരണയും. അപ്പോൾ കൂടുതൽ ദുർബലമായിരിക്കുന്ന ഏതാണ്? കൂടുതൽ ക്ഷണികമായിരിക്കുന്ന ഏതാണ്? ജാഗ്രത. ഇത് പ്രബലമായിരുന്നെങ്കിൽ സ്വപ്നത്തിന് ഇതിനെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല. അത് കഴിയുന്നില്ല. മറിച്ച് അത് സ്വയം ജാഗ്രതയായി നിൽക്കുന്നു. അതാണ് അതിന്റെ സവിശേഷത. അതുകൊണ്ട് പറയുന്നു സദാപശ്യതി. അവിടെയും നമ്മൾ ഇതുപോലെ ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ അനുസ്യൂതമായി, സ്ഥിരമായി, സ്ഥായിയായി, ജാഗ്രതയായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മാറിപ്പോയി, വിട്ടുപോയത്. കയ്യിൽ നിന്ന് പോയപ്പോൾ അത് നമുക്കത് അവ്യക്തമായി, ക്ഷണികമായി. അത് ഇത് കയ്യിൽ നിന്ന് പോയാലും അങ്ങനെ ഇതും അവ്യക്തമാകും,
അതിനേക്കാൾ ക്ഷണികമാകും. നമ്മുടെ മൂന്നനുഭവങ്ങളെയും താരതമ്യം ചെയ്ത് മനസ്സിലാക്കും. ജാഗ്രതയിലിരുന്നു കൊണ്ട് ഇതാണ് ശ്രേഷ്ഠം, ഇതാണ് സ്ഥിരം, ഇതാണ് സ്ഥായിയായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റു രണ്ട് അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കുക. അപ്പോൾ മനസ്സിലാകും എന്താണ് ഇതെല്ലാം സ്ഥായിയാണെങ്കിൽ ഇതെല്ലാം സ്ഥായിയാണ്, ഇതെല്ലാം അസ്ഥിരവും ക്ഷണികവുമാണെങ്കിൽ ഇതെല്ലാം ഒരുപോലെ അസ്ഥിരവും ക്ഷണികവുമാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ ഇവിടെ ഇങ്ങനെ വിശദീകരിക്കുന്നത്. സ്വപ്നദൃക് പ്രചരൻ സ്വപ്നേ ദിക്ഷുവൈദശ സുസ്ഥിതാൻ അണ്ഡജാൻ സ്വേദജാൻ വാപി ജീവാൻ പശ്യതി യാൻ സദാ. സ്വപ്നദൃക് ചിത്തദൃശ്യാസ്തേ ന വിദ്യന്തേ തഥ പൃഥക് തഥാ തദ്ദൃശ്യമേവേദം സ്വപ്നദൃക് ചിത്തം ഇഷ്യത്തെ യദ്യേവം തദകിം ഉച്യത്തെ. ഇവിടെ സമർത്ഥിച്ചത് എന്താണ്? അത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാത്തിടത്തോളം കാലം വ്യത്യാസം. കാരണം രണ്ടിടത്തും ഒരേ ബോധം തന്നെ പ്രവർത്തിക്കുന്നു, ഒരേ വിജ്ഞാനം തന്നെ പ്രവർത്തിക്കുന്നു. അപ്പൊ ചിലർ ചിന്തിക്കും ഭൗതികമായി പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല അനുഭവപ്പെടുന്നത്. അതായത് സ്വപ്നത്തെക്കുറിച്ചോ ജാഗ്രതയെ കുറിച്ചോ സുഷുപ്തിയെ കുറിച്ചോ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തലച്ചോറിനെ പഠിക്കുന്നു എന്നിരിക്കട്ടെ. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും മറ്റും പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പഠനഫലം ഇതുപോലെ ആയിരിക്കത്തില്ല. അവർ പറയും തലച്ചോറിൽ പലതരത്തിലുള്ള വൈദ്യുതി പ്രവാഹങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും, പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ആ രീതിയിൽ പോകും. അത് അബദ്ധമെന്നല്ല പറയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ രീതി അനുസരിച്ച് അത് ശരി തന്നെയാണ്, അതിനെ നിഷേധിക്കുന്നില്ല. നമ്മൾ തലച്ചോറിനെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വൈദ്യുതി പ്രവാഹവും രാസപ്രവർത്തനങ്ങളും അതുകൊണ്ടുള്ള ഉണർവും വറുപ്പും എല്ലാം കിട്ടും. അത് അബദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മളൊരു വസ്തുവിനെ ഏത് രീതിയിലാണോ സമീപിക്കുന്നത്, പഠിക്കുന്നത്, ആ ഉപായത്തിനനുസരിച്ചുള്ള ഫലം വരും. അതിനെ ഇതിനെയും കൂടെ താരതമ്യം ചെയ്തിട്ട് അത് മോശമാണ്, അല്ലെങ്കിൽ ഇത് കേമമാണ്, അവർ വിഡ്ഢികളാണ്, ഇത് അറിയുന്നവർ വിദ്വാൻമാരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് അതിൻ്റെതായ ശരിയുണ്ട്. കാരണം അതിന്റെ പഠന രീതി അതാണ്. ആ പഠന രീതിയിലൂടെ അവരെത്തിച്ചേരുന്ന നിഗമനങ്ങൾ അവരുടെ രീതിക്കനുസരിച്ചുള്ള നിഗമനങ്ങളാണ്. ആ പഠനം പുരോഗമിച്ചു കഴിഞ്ഞാൽ അവരുടെ നിഗമനങ്ങളെ കൂടുതൽ ദൃഢപ്പെടുത്തിയെന്ന് വരും, ചിലപ്പോൾ ദുർബലപ്പെടുത്തിയെന്നും വരും. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇവിടുത്തെ ഈ മനനം എന്ന് പറയുന്നത്
കേവലം വിജ്ഞാനത്തെ ആശ്രയിച്ചുള്ള മനനമാണ്. വിജ്ഞാനത്തെ ആശ്രയിച്ച് വിജ്ഞാനം മനനം ചെയ്യുന്നതാണ്. മറ്റതങ്ങനെയല്ല. വിജ്ഞാനത്തിൽ അനുഭവപ്പെടുന്ന ദൃശ്യങ്ങളെ മറ്റ് ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പഠനമാണ്. രണ്ടാണ്. അപ്പൊ ഇതിന്റെയും റിസൾട്ട് ഒന്നായിരിക്കണം. നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഉപായം രണ്ടാണെങ്കിൽ ഉപേയവും രണ്ടായിരിക്കും, അതിന്റെ ഫലവും രണ്ടായിരിക്കും. അത്തരം പഠനങ്ങൾക്ക് അതിൻ്റെതായ പ്രയോജനം വരും. ഈ പഠനത്തിന് ഇതിൻ്റെതായ പ്രയോജനമുണ്ട്. ഇവിടെ കേവലം വിജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ ഇതിനുവേണ്ടി ബാഹ്യമായ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. നമുക്കൊരു ലബോറട്ടറി വേണ്ട, തലയെ അടിച്ചു പൊട്ടിച്ച് നോക്കേണ്ട കാര്യമില്ല, കീറി മുറിച്ച് നോക്കേണ്ട കാര്യമില്ല, മറ്റൊരു ഉപകരണങ്ങളെ ആവശ്യമില്ല, ഔഷധങ്ങളുടെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. അതിനെല്ലാം ആശ്രയിക്കുമ്പോൾ അതിന്റെ ഫലം വേറെയായി. ഇവിടെ കേവലം ആ വിജ്ഞാനത്തെ മാത്രം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിന്റെ സഹായത്തിന് വേണ്ടി അതിനെ സ്വീകരിച്ചാലും ശരിയാകത്തില്ല. ഇത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. അത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇതിനെ ആശ്രയിച്ചിട്ടും കാര്യമില്ല. രണ്ടും രണ്ട് തരത്തിലാണ് പോകുന്നത്. ഇവിടെ നമ്മൾ മറ്റെന്തെങ്കിലും ആശ്രയിക്കുന്നുണ്ടില്ല, കേവലം അനുഭവത്തെ മാത്രം. അവിടുത്തെ കണ്ടെത്തലുകൾ അതവസാനം സ്വാനുഭവമായി വരുന്നു. ആത്യന്തികമായിട്ട് അതും സ്വാനുഭവമാണ്. നിങ്ങൾ തലച്ചോറിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചെന്നെല്ലാം കണ്ടെത്തിയാലും അവസാനം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതെന്റെ അനുഭവമാണ്. എന്നുവെച്ചാൽ ഞാനതിനെ ഇങ്ങനെ മനസ്സിലാക്കി, എനിക്കതിങ്ങനെ ബോധ്യപ്പെട്ടു എന്നാ പറയുന്നത്. അവസാനം ഒന്ന് എത്തിച്ചേരുന്നത് ഈ ബോധ്യപ്പെടലിൽ, അനുഭവത്തിൽ, ആ വസ്തുതയെ സംബന്ധിച്ചുള്ള അപരോക്ഷ അനുഭൂതി എന്ന് പറയാം. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ കേവലം ബോധത്തെ ആശ്രയിച്ചുകൊണ്ട് ബോധത്തിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്, മനനം നടക്കുന്നത്. അതിനെ നിങ്ങൾ പറയും എന്താണ്? അതെന്റെ അനുഭവമാണ്. തലച്ചോറിലെ ഇന്ന രാസപ്രവർത്തനത്തെ ഞാൻ കണ്ടെത്തി, അതുകൊണ്ട് ഇന്നത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? സ്വാനുഭവമാണ്. അതിന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ഇവിടെ അത് തന്നെയാണ്. മനനം ചെയ്യുമ്പോൾ സ്വാനുഭവത്തെ എത്തിച്ചേരുന്നു. എന്താണ് ജാഗ്രത, എന്താണ് സ്വപ്നം, എന്താണ് സുഷുപ്തി, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് സ്വാനുഭവത്തിലാണ്. അതിന് കേവലമായ സ്വബോധത്തെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ളത്. ഇവിടെ ബാഹ്യമായ ഒന്നിന്റെ ആവശ്യമില്ല. അവിടെ ബാഹ്യമായ മറ്റു പലതിനെ ആശ്രയിക്കുന്നു. ബാഹ്യമായ മറ്റു പലതിനെ ആശ്രയിച്ചാലും അവിടെ മുഖ്യമായ ഉപായം എന്താണ്? സ്വബോധം തന്നെ. ബാഹ്യമായ മറ്റു പലതിനെയും എന്താ ആശ്രയിക്കുന്നത്? സ്വബോധം. അത് അന്വേഷിക്കുന്നവന്റെ ബോധം. അവൻ ബാഹ്യമായ പലതിനെ ആശ്രയിക്കുന്നു. ഇവിടെയാണെങ്കിലോ ഇത് അന്വേഷിക്കുന്നവന്റെ ബോധം സ്വന്തം ബോധത്തെ മാത്രം ആശ്രയിക്കുന്നു. എന്തുകൊണ്ട്? ഇവനിവിടെ അറിയേണ്ടത് സ്വബോധത്തെക്കുറിച്ചാണ്. അതിനുള്ള സംശയങ്ങളും ഭ്രാന്തികളും ഒക്കെയാണ് ദൂരീകരിക്കേണ്ടത്. അവിടെയും അവസാനമായിട്ട് ബാഹ്യമായി എന്തിനെ ആശ്രയിച്ചാലും അവസാനത്തെ ആശ്രയം സ്വബോധം തന്നെ. ഭൗതികമായി അന്വേഷിച്ചാലും ആധ്യാത്മികമായി അന്വേഷിച്ചാലും അവൻ സ്വന്തം ബോധത്തെ തന്നെ ആത്യന്തികമായി ആശ്രയിക്കുന്നു, മറ്റൊന്നിനെ ആശ്രയിക്കുന്നുമില്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഇവിടുത്തെ ഈ മറ്റേതെങ്കിലും ഇതിനെയൊക്കെ സംബന്ധിച്ച്, ജാഗ്രതയെ സംബന്ധിച്ചോ സ്വപ്നത്തെ സംബന്ധിച്ചോ ആധുനികമായ എന്തെങ്കിലും കാഴ്ചപ്പാടുകളോ എന്തെങ്കിലും കണ്ടെത്തലുകളോ ഒക്കെ ഉണ്ട്. അതാണോ ശ്രേഷ്ഠം, അതെ ഇതാണോ ശ്രേഷ്ഠമെന്ന് നമ്മൾ ആശയക്കുഴപ്പപ്പെടേണ്ട കാര്യമില്ല.
ഇവിടെ ബോധത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബോധത്തിന്റെ സത്യത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. മറ്റിടത്ത് മറ്റ് പലതിനെ ആശ്രയിച്ചുകൊണ്ട് എന്താണ് ബോധത്തിന്റെ സത്യമെന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. രണ്ടു വഴിക്ക് സഞ്ചരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ബോധം ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും ഒരുപോലെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവിടെ ബോധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും മുഖ്യമായി ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് സ്വപ്നത്തെക്കുറിച്ച് ഇവിടെ ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിനെ പരിശോധിച്ചാൽ പോരെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും പരിശോധിക്കാം. പക്ഷേ തലച്ചോറിനെ പരിശോധിക്കുന്നതും ബോധം തന്നെയായിരിക്കും. മറ്റെന്തെങ്കിലും ഉപായത്തെ സ്വീകരിച്ചെന്നിരിക്കും. ആത്യന്തികമായ പരീക്ഷണശാല നമ്മുടെ ബോധം തന്നെ. ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, ബാഹ്യമായി നമ്മൾ എത്ര പരീക്ഷണശാലകൾ ഉണ്ടായാലും ശരി, അതിന്റെ ആത്യന്തികമായ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ബോധത്തിൽ തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാരെന്ത് ചെയ്തു? മറ്റെല്ലാ പരീക്ഷണശാലകളെയും ഉപേക്ഷിച്ചു. എന്നിട്ട് സ്വബോധത്തെ തന്നെ പരീക്ഷണശാലയാക്കി. അതിൽ തന്നെയാണ് ആത്യന്തികമായ പരീക്ഷണ ഫലം വെളിപ്പെടേണ്ടത്. എല്ലായിടത്തും അവിടെ തന്നെ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയാണ് ഇവിടെ. അതുകൊണ്ട് അതിനെയായിട്ട് താരതമ്യപ്പെടുത്തരുത്. അതാണോ ശ്രേഷ്ഠം, ഇതാണോ ശ്രേഷ്ഠം എന്ന് വഴക്കടിച്ചിട്ടും കാര്യമില്ല. ബോധത്തെ തന്നെ പരീക്ഷണശാലയാക്കിയവർ അവർക്ക് കിട്ടിയ ആ പരീക്ഷണ ഫലത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ് ഈ ശാസ്ത്രം. അവരെങ്ങനെയാണ് അവർക്കത് വെളിപ്പെട്ടത്? അതിന്റെ ഉപായങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ മനനം എന്ന് പറയുന്നത്. അതാണിവിടെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം വെളിപ്പെടുന്ന അതാണ്. അതുകൊണ്ട് ബോധം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഒന്നാണ്. ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയെല്ലാം. അതുകൊണ്ട് ജാഗ്രതത്തിനെ പോലെയോ അല്ലെങ്കിൽ ജാഗ്രതത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തിട്ട് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ എന്തിനാ ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ എന്നെല്ലാം ചോദിക്കും. അതുകൊണ്ടാണ് സ്വപ്നത്തെക്കുറിച്ച് ഇവിടെ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഉച്ചതേ സ്വപ്നദൃശചിത്വം സ്വപ്നദൃക്ചിത്തം. സ്വപ്നദ്രഷ്ടാവിന്റെ ബോധം, സ്വപ്നദ്രഷ്ടാവിന്റെ ബോധം എന്ന് പറയുന്നത് എന്താണോ? ആ സ്വപ്നദ്രഷ്ടാവായിരിക്കുന്ന ബോധം. അതാണ് സ്വപ്നദ്രഷ്ടാവ്. സ്വപ്നദ്രഷ്ടാവിനൊരു ബോധം അങ്ങനെ ഒന്നില്ല, രണ്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, അദ്വയഞ്ച ദ്വയാഭാസം. സ്വപ്നദ്രഷ്ടാവായിരിക്കുന്ന ബോധം തേന ദൃശ്യാസ്തേ ജീവാഹ തഥ തസ്മാ സ്വപ്നദൃക് ചിത്താത് പൃഥക് ന വിദ്യന്തേന സന്ധി. പറഞ്ഞല്ലോ, ഇവിടെയും കാഴ്ചക്കാരുണ്ട്, കാണുന്നവരുണ്ട്. അവിടെയുമുണ്ട് കാഴ്ചക്കാരനും കാണുന്നവരും. അവിടെ ആ കണ്ടവനിൽ നിന്നും കാഴ്ചക്കാർ വേറെ ഉണ്ടായില്ല. ഇന്നിപ്പോ ബോധ്യം വന്നു ഉടന്നതിന് ശേഷം. ആ ഒരു ബോധ്യം ഇതിനെ സംബന്ധിച്ചും വന്നാൽ മതി. എന്താണോ? ഇവിടെ കാണുന്നവനിൽ നിന്നും വേറിട്ട് കാഴ്ചക്കാരില്ല എന്ന്. ഒരാൾ പറയും, എന്താണ് കാണുന്ന താൻ പറയുകയാണോ കാഴ്ചക്കാരനെല്ലാം വേറെയല്ല? അങ്ങനെയാണെങ്കിൽ കാണുന്ന എനിക്കും പറയാം വേറിട്ട് കാഴ്ചക്കാരനില്ല. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ? അവസാനം എല്ലാവരും പറയുന്ന ഒന്നാകും. അതാണ് അദ്വയം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ തുടർന്ന് വിശദീകരിക്കുന്നത്. സ്വപ്നദിക് ദൃക് ചിത്ത ദൃശ്യാസ്തേ
ന വിദ്യന്തേ തഥ പൃഥക് തഥാ തദൃശ്യമേവേദം സ്വപ്നദൃക്ചിതമിഷ്യത്തെ. ശിഷ്യ